വയനാട് കള്ളാടിയിൽ കഴിഞ്ഞ ദിവസമാണ് മണ്ണിടിച്ചിലിൽ വലിയ ദുരന്തമുണ്ടായത്. ദുരന്തത്തിൽ 3ഓളം ആളുകൾ മരിക്കുകയും 7ഓളം ആളുകളെ കാണാതാവുകയും ചെയ്തു. ഇതിന് സമാനമായ രീതിയിൽ ഒരു ദുരന്തമുഖത്താണ് കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ റോഡ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ റോഡിനോട് ചേർന്ന മതിലിന് മുകളിൽ നിൽക്കുന്നത് വലിയ മണ്ണ് ബോംബുകളാണ്. അത് ഏത് നിമിഷം വേണേലും തകരാനുള്ള സാധ്യതയുമുണ്ട്. കോട്ടയം ജില്ലാ ആശുപത്രിയിലെ ബഹുനില കെട്ടിടം പണിയുന്നതിനു വേണ്ടി മാറ്റിയ ലോഡ് കണക്കിന് മണ്ണാണ് നഴ്സിംഗ് സ്കൂൾ മതിലിന് സമീപം കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാരവും സമ്മർദ്ദവും കാരണം ഏത് നിമിഷം വേണേലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് സമീപത്തെ മതിലുകൾ. മതിലിന്റെ ഒരു ഭാഗത്തെ കല്ലുകൾ ഇളകി റോഡിലേക്ക് വീണ അവസ്ഥയിലുമാണ്. കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മതിൽ ഇപ്പോൾ തന്നെ ഇടിയാറായ നിലയിലുമാണ്. മതിലിനപ്പുറത്തായി ബഹുനില കെട്ടിടങ്ങളുടെ പണികൾ പുരോഗമിച്ചു വരികയാണ്. പണികൾ കാരണമുണ്ടാകുന്ന സമ്മർദ്ദങ്ങളും മതിലിന്റെ ബലക്ഷയത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ദിവസേന നിരവധി യാത്രക്കാരും വാഹനങ്ങളുമാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട് വേഗത്തിൽ ഇടറോഡുകളിലേക്ക് കയറാനും ആളുകൾ ഈ റോഡിനെ ആശ്രയിക്കാറുണ്ട്. അപകട മുന്നറിയിപ്പെന്ന രീതിയിൽ മതിലിനോട് ചേർന്ന് ഇപ്പോൾ മുന്നറിയിപ്പ് ടേപ്പുകൾ കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. എന്നാൽ മുന്നറിയിപ്പ് ടേപ്പുകൾ കെട്ടിയതുകൊണ്ട് മാത്രം മാറുന്നതല്ല ഈ റോഡിലെ അപകട ഭീഷണി. അടിയന്തരമായി തന്നെ ഈ അപകട ഭീഷണി മാറ്റിയില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്കായിരിക്കും നമ്മളും സാക്ഷിയാകാൻ പോകുന്നത്.